ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് ബസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേ ആയിരുന്നു, നമ്മൾ നിങ്ങളിൽ ഈ ക്ലാസ് എത്തിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടന്റും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. അപ്പൊ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കേസാണ്. അതായത് ആ പുരസ്കാരം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആർക്കാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുരസ്കാരം എന്തേ സമ്മാനിച്ചു കഴിഞ്ഞു. വെങ്ങാനൂർ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്. അപ്പോൾ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെങ്ങാനൂരാണ്. അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. ആ ഒരു സ്ഥാപനം നൽകുന്ന പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്ന വ്യക്തി ആരാണ്? പ്രസീത ചാലക്കുടി. നാടൻപാട്ടുകാരിയായ പ്രസീത ചാലക്കുടിക്കാണ് വെങ്ങാനൂർ അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ പ്രതിഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. CP രാധാകൃഷ്ണൻ NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചതിനെ തുടർന്ന് പുതിയ ഉപരാഷ്ട്രപതി നമുക്ക് വേണം. അപ്പോൾ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരിക്കുന്നത് CP രാധാകൃഷ്ണനാണ്. തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ്. 2 തവണ ലോക്സഭ അംഗമായ വ്യക്തി കൂടിയാണ് ആര്? CP രാധാകൃഷ്ണൻ. അപ്പോൾ ഇനി ആരാണ് നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനാകും. തമിഴ്നാട്ടിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥിയാണ് ആര്? CP രാധാകൃഷ്ണൻ. അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. മഹാരാഷ്ട്ര ഗവർണറാണ് ആര്? CP രാധാകൃഷ്ണൻ. മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവുമായ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. റഷ്യൻ തീരത്ത്. അപ്പോൾ ഈ കണ്ണട നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു വിഷ്വലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റഷ്യൻ തീരമാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഒരു കണ്ണടയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി. എന്താണ്? റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി തിരുവനന്തപുരത്തെ റഷ്യയുടെ ഓണററി കോൺസുലേറ്റുമായി ചേർന്ന് സംഘടിപ്പിച്ച ട്യൂറിംഗ് വെർച്വൽ റിയാലിറ്റി ഷോ. എന്താണ്? ട്യൂറിംഗ് വെർച്വൽ റിയാലിറ്റി ഷോ. അപ്പൊ ട്യൂറിംഗ് വെർച്വൽ റിയാലിറ്റി ഷോ തിരുവനന്തപുരത്തെ ഒരു റഷ്യയുടെ ഓണററി കോൺസുലേറ്റുമായി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയാണ് ഇത് ആരംഭിച്ചത്, ഇത് നടത്തിയിരുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. എന്താണ്? ട്യൂറിംഗ് വെർച്വൽ റിയാലിറ്റി ഷോ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹം റഷ്യയുടെ തീരങ്ങളൊക്കെ കാണുകയാണ്. ആ ഒരു വെർച്വൽ ഇഫക്റ്റിലൂടെ റഷ്യയെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അന്തരിച്ചു. ഇദ്ദേഹത്തെ നമുക്ക് ഒട്ടുമിക്ക പേർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് നിങ്ങൾ മറക്കരുത്, വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഇങ്ങനെ കണ്ടിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് സിനിമ കാണണം? സൂപ്പർമാൻ കാണണം. സൂപ്പർമാനും സൂപ്പർമാൻ 2 ഒക്കെ ഒന്നുകൂടെ സമയമുണ്ടെങ്കിൽ മുഴുവൻ കാണണ്ട, അതിന്റെ വില്ലൻ ആര് എന്നൊന്ന് നിങ്ങൾ നോക്കുക. ആ വില്ലനാണ് ഈ വ്യക്തി. സൂപ്പർമാൻ 2 എന്നീ ഹോളിവുഡ് ചലച്ചിത്രങ്ങളിലെ വില്ലനായ ജനറൽ സോഡിനെ അനുസരണാക്കിയ ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അന്തരിച്ചു. ഏതാണ് ആ കഥാപാത്രം? ജനറൽ സോഡ് എന്ന കഥാപാത്രത്തെ സൂപ്പർമാനിലും സൂപ്പർമാൻ 2ലും അവതരിപ്പിച്ച വ്യക്തിയാണ് ടെറൻസ് സ്റ്റാമ്പ്. അദ്ദേഹമാണ് അന്തരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തെ പറ്റി അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സിനിമയുടെ ആ വില്ലൻ കഥാപാത്രം വരുന്ന ആ ക്ലിപ്പുകൾ മാത്രം ഒന്ന് കണ്ടു നോക്കുക. വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കാണുന്ന കാഴ്ചകളൊന്നും നമ്മൾ മറക്കുകയുമില്ല. ആരാണ്? ടെറൻസ് സ്റ്റാമ്പ്. ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് ആണ് അടുത്തിടെ അന്തരിച്ചിരിക്കുന്നത്. കർണാടകയിൽ അടുത്ത മാസം മുതൽ ദേവദാസി സർവേ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം ദേവദാസി സമ്പ്രദായം വർഷങ്ങൾക്ക് മുൻപേ തന്നെ നിർത്തലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയില്ല എന്ന ഒരു വസ്തുത നമുക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടല്ലേ? പൂർണ്ണമായിട്ടും അതിനെ തുടച്ചു മാറ്റാനാകില്ല. അപ്പോൾ അതുപോലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഓക്കെ, അവർ നിർത്തലാക്കി, പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കർണാടകയിൽ എന്ത് ചെയ്യുന്നു? അവർ അടുത്ത മാസം മുതൽ ഒരു ദേവദാസി സർവേ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പൂർണ്ണമായും നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എത്ര പേർ ഇങ്ങനെയുണ്ട്, ദേവദാസി സമ്പ്രദായം പിന്തുടരുന്ന എത്ര പേർ ഇപ്പോഴും ഉണ്ട് എന്നറിയുവാനായിട്ട് കർണാടകയിലാണ് ഒരു ദേവദാസി സർവേ നടത്താൻ പോകുന്നത്. ദേവദാസി സമ്പ്രദായം 40 വർഷങ്ങൾക്ക് മുൻപാണ് നിരോധിച്ചിട്ട് 40 വർഷത്തോളം ആയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്
പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കർണാടക സംസ്ഥാനത്തിന്റെ മനുഷ്യാവകാശ സംഘടനയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിലൊരു സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, ദേവദാസി സർവേ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം കീടനാശിനി. ചില ഫുഡ് കളേഴ്സ് എന്നല്ല, ഏത് ഫുഡ് കളർ ആയാലും നമുക്ക് അധികം നമ്മുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോഴത്തെ കാര്യം കുറെ കേക്കുകളിലൊക്കെ എന്താണ് പല പല ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് കളർ അധികം ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മുടെ വയറിന് നല്ലതല്ല. അപ്പൊ ചില ഭക്ഷ്യവസ്തുക്കളിൽ ചില നിറങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ചില കീടനാശിനികളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് 2024 മുതൽ 2025 മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളുകളിലാണ് മാരകമായ അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയത്. കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ, കീടനാശിനികൾ, പ്രിസർവേറ്റീവുകൾ, മാലിന്യങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അനുവദനീയമായതിന്റെ 3500% കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കളുണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. 650 സാമ്പിളുകളാണ് ആകെ പരിശോധിച്ചത്. പഞ്ചസാര, കരിമ്പ്, ശർക്കര എന്നിവയിൽ നേരിയ ഇനത്തിലും എന്ത് കാണുന്നുണ്ട്? നമ്മുടെ കീടനാശിനി കാണുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നിരോധിച്ച ഭക്ഷ്യനിറങ്ങളും കീടനാശിനികളും ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ദേവദാസി സമ്പ്രദായം പറഞ്ഞതുപോലെ നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നെ നിർത്തലാക്കിയോ? ഇല്ല, നിയമം മുഖേന എല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അലാസ്ക 2025. അപ്പൊ നമ്മുടെ റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു ഉച്ചകോടിയുടെ വേദി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായിരുന്നു ആ വേദി? അലാസ്കയാണ്. എന്ത് ഉച്ചകോടിയാണ്? അവർ തമ്മിൽ രണ്ടുപേരും കൂടെ ഒരു സംസാരം, ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരുടെ ബാക്കി തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുമുള്ളൊക്കെ ഒരു ചെറിയ ചർച്ചയാണ്. ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് ലോകം ഉറ്റുനോക്കിയ ഒരു പ്രഖ്യാപനവും തന്നെ ഇല്ല. വളരെ നല്ല കാര്യം നമുക്ക് പഠിക്കേണ്ട അല്ലേ? ഒരു പ്രഖ്യാപനവും ഇല്ല. അല്ലെങ്കിൽ ഇനി ചോദിക്കും 2025 അലാസ്ക ഉച്ചകോടി നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ഒത്തുകൂടിയ ഒരു ഉച്ചകോടിയാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരാമായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. കൂടിക്കാഴ്ച വെറും 3 മണിക്കൂർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തികച്ചും പരസ്പര ബഹുമാനത്തോടെയുള്ള അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ അവസാനിച്ചത്. അപ്പൊ നമ്മുടെ വ്ളാഡിമിർ പുടിനും പിന്നെ ആരാണ്? നമ്മുടെ ഡൊണാൾഡ് ട്രംപുമാണ് ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്നത്. ആ ഉച്ചകോടി നടന്നത് അലാസ്കയിലാണ് എന്ന് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. സോക്കാർ താഴ്വരയിലെ ഹോപ്പ് ഡോമിൽ 10 നാൾ ചൊവ്വയിലെ ജീവിതം നേരെ ചൊവ്വയാക്കാൻ. അതായത് നമ്മുടെ ഇന്ത്യയിൽ ചൊവ്വയുടേതിന് സമാനമായ ഒരു കാലാവസ്ഥ, ഒരു അന്തരീക്ഷം നൽകുന്ന ഒരു സ്ഥലമുണ്ട്. അത് സോക്കാർ താഴ്വരയിലാണ്. എവിടെയാണ്? സോക്കാർ താഴ്വര, ലഡാക്കിലെ സോക്കാർ താഴ്വരയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യക്കൊരു ഡോം ഉണ്ട്. എന്താണ്? ഒരു ഡോം. ആ ഡോമിന്റെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഹോപ്പ്. ഈ ഹോപ്പ് ഡോം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചാന്ദ്ര ചൊവ്വ ദൗത്യത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്താണ്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം മാത്രമല്ല, ചാന്ദ്ര ചൊവ്വ ദൗത്യം. ഇന്ത്യയുടെ ചാന്ദ്ര ചൊവ്വ ദൗത്യത്തിന്റെ ഭാഗമായി ലഡാക്കിലെ സോക്കാർ താഴ്വരയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡോമാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഈ ഹോപ്പിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ HOPE, ഹോപ്പ്. ഹോപ്പിന്റെ ഫുൾ ഫോം എന്താണ്? ഹിമാലയൻ. എന്താണ്? H ഫോർ ഹിമാലയൻ. ഹിമാലയൻ ഔട്ട്പോസ്റ്റ്. ഹിമാലയൻ ഔട്ട്പോസ്റ്റ്. ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. പ്ലാനറ്ററി. ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്നതാണ് ഈ ഹോപ്പിന്റെ ഫുൾ ഫോം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും ഹോപ്പിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കും എന്താണ് ഹോപ്പ്? ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്നതാണ് ഹോപ്പിന്റെ പൂർണ്ണമായ രൂപം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ചാന്ദ്ര ചൊവ്വ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കി രാഹുൽ മൊഗലപ്പള്ളി, യമാൻ അഗോട്ട് എന്നിവരുടെ വാക്കുകളാണ് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ ചില സമയത്ത് കൊടും തണുപ്പാണ്, ചില സമയത്ത് പൊടിക്കാറ്റുണ്ട്. പിന്നെന്താണ്? ഓക്സിജൻ ലഭ്യത തീരെ കുറവാണ്. അപ്പൊ ചന്ദ്രനിലൊക്കെ ഓക്സിജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഓക്സിജന്റെ ലഭ്യതയൊക്കെ വളരെ കുറവാണ് എന്നൊക്കെയാണ് അവിടെ താമസിച്ച ഏതൊക്കെയാണ് വ്യക്തികൾ? രാഹുൽ മെഗലപ്പള്ളി, ബഹിരാകാശ യാത്രികരായ രാഹുൽ മെഗലപ്പള്ളി, യമാൻ അക്കോട്ട്. ആരാണ്? യമാൻ അക്കോട്ട്. ഇവർ രണ്ടുപേരുമാണ് 10 ദിവസം ഈ ഹോപ്പിനുള്ളിൽ താമസിച്ചത്. ആരൊക്കെയാണ്?
രാഹുൽ മുഗലപ്പള്ളിയും യമാൻ അക്കോട്ടും. പേരുകൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഒരു പക്ഷേ നമുക്ക് ഹോപ്പുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ താഴെ പറയുന്നവർ ആര് എന്ന് പറഞ്ഞിട്ട് 2 പേരായിട്ട് ഒരു ABCD ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മുടെ ഉത്തരം ആരൊക്കെയാണ്? രാഹുൽ മുഗലപ്പള്ളിയും യമാൻ അക്കോട്ടുമാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. ഹോപ്പിന്റെ പൂർണ്ണരൂപവും കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത വാർത്തയിലേക്ക് പോകാം. സപ്ലൈകോയിൽ വീണ്ടും ഹാപ്പി അവേഴ്സ്. അപ്പൊ സപ്ലൈകോയിലേക്ക് പോകുന്നവർക്ക് അറിയാം, നമുക്ക് സബ്സിഡി ഉണ്ട്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങൾക്കും, അതായത് എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ടാകില്ല, ആ ഒരു വിലക്കിഴിവ് കാണില്ല. എല്ലാ സാധനങ്ങൾക്കൊന്നും കാണില്ല, ചില സാധനങ്ങൾക്ക് മാത്രമേ കാണൂ. അങ്ങനെ ഈ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ദിവസവും 2 മണിക്കൂർ അധിക വിലക്കിഴിവ് നൽകുന്ന നമ്മുടെ സപ്ലൈകോയുടെ ഒരു പദ്ധതിയായിരുന്നു ഹാപ്പി അവേഴ്സ്. ഇത് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പദ്ധതിയല്ല, ഇത് മുന്നേ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഓണമൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഹാപ്പി അവേഴ്സ്. എന്താണ് ഈ ഹാപ്പി അവേഴ്സ്? സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അവയ്ക്ക് ഒരു 2 മണിക്കൂർ, ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെന്ന് അവിടെ ഒന്ന് വാങ്ങുകയാണെങ്കിൽ അവയ്ക്ക് ഒരു വിലക്കിഴിവ് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഹാപ്പി അവേഴ്സ്. അടുത്തൊരു വാർത്തയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു? ഇതൊരു ഉറിയടിയാണ്. ഇതൊരു ഉറിയടി മത്സരമാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, ഇത് എന്തായാലും കേരളത്തിലാകാൻ ചാൻസ് വളരെ കുറവാണ്. ഇത്രയും ഉയരത്തിലൊന്നും നമ്മുടെ ആളുകൾ കയറി നിൽക്കില്ല, വീഴും, നമുക്കൊന്നും അങ്ങനത്തെ പരിപാടിയില്ല. അപ്പൊ ഇതൊരു ഉറിയടി മത്സരമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ദഹി ഹണ്ടി. എന്താണ്? ദഹി ഹണ്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറിയടി, ദഹി ഹണ്ടി അല്ലെങ്കിൽ ഉറിയടി എന്ന് പറയുന്ന ഒരു ഉത്സവം മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടന്ന ആ ഒരു ഉറിയടി ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ദഹി ഹണ്ടി ഉത്സവം അല്ലെങ്കിൽ എന്താണ്? ഉറിയടി ഉത്സവം. ഉറിയടി അവിടെ ഒരു ഉത്സവമായി തന്നെ നടക്കുന്നു. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഘടിപ്പിച്ചത്. വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഉത്സവമാണിത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ദഹി ഹണ്ടി അല്ലെങ്കിൽ ഉറിയടി ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഹൈഡ്രജൻ തീവണ്ടി സജ്ജം. അപ്പൊ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി വരികയാണ്. ഹൈഡ്രജൻ ട്രെയിൻ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തും വരുന്നുണ്ട്. അതിന്റെ ഒരു പരീക്ഷണ ഓട്ടം വളരെ അടുത്ത് തന്നെ ഹരിയാന സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നുണ്ട്. എന്താണ്? നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. നിങ്ങൾ സംസ്ഥാനം മാത്രം പഠിച്ചു വെക്കരുത്. ആ ഒരു സ്റ്റേഷൻ, ഒരു ഓട്ടം എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ടാകും. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സോനിപത് ജിങ് പാതയാണ്. ഏതാണ്? സോനിപത്ത് മുതൽ ജിങ് വരെ, അല്ലെങ്കിൽ സോനിപത് ജിങ് പാതയിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം നടക്കുന്നത് ഹരിയാനയിലെ സോനിപത് ജിങ് പാതയിലാണ്. ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയും ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണ. അപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ് ആര്? ജയശങ്കർ എന്ന് പറയുന്നത്. ജയശങ്കർ ആണ് നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി. അപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രിയും ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അവരെന്താണ്? പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ടത് ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രി ആരാണ്? ചോ ഹ്യൂവ്. ആരാണ്? ചോ ഹ്യൂവ്. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു പക്ഷെ ഈ പേര് തന്നിട്ട് ചോദിക്കും, ചോ ഹ്യൂവ് ഏത് രാജ്യത്തെ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ചോ ഹ്യൂവ്? അപ്പൊ നമുക്ക് പേര് കേൾക്കുമ്പോൾ തോന്നും, നമുക്ക് ജപ്പാൻ എഴുതാം, ജപ്പാനോ ചൈനയോ ഇങ്ങനത്തെ പേരുകൾ ജപ്പാനും ചൈനയ്ക്കൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ എഴുതി വെക്കും. ദക്ഷിണ കൊറിയയും ഓപ്ഷനിലിരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഇത്തരം ഇവന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതുമായി റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ലോക വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ കൃത്യമായി പഠിക്കുക. ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രിയാണ് ആര്? ചോ ഹ്യൂവ്. ആരാണ്? ചോ ഹ്യൂവ്. അപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരാണ്? ജയശങ്കർ. KFA പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. എന്താണ് KFA? ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. എന്താണ് KFA? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ KFAയുടെ പൂർണ്ണ രൂപം എന്താണ് KFA? കേരള ഫിനാൻഷ്യൽ അസോസിയേഷൻ എന്നാണോ? അതൊരു ഓപ്ഷനായിട്ട് വരും, തീർച്ചയായും വരും. കെയും എഫും എയും ഉള്ള 3 വാക്കുകൾ ചേർത്ത് രൂപപ്പെടുത്താൻ കഴിയുന്ന ഏതൊരു വാക്കും എന്തായി വരും? ഇവിടെ ഓപ്ഷനായി വരും. കൃത്യമായി പഠിച്ചിരിക്കുക. KFA എന്നത് കേരള ഫുട്ബോൾ അസോസിയേഷൻ. എന്താണ്? കേരള ഫുട്ബോൾ അസോസിയേഷൻ ആണ് KFA. KFAയുടെ മികച്ച സ്പോർട്സ് ജേർണലിസ്റ്റിനുള്ള മാധ്യമ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സിറാജ് കാസിം.
ആർക്കാണ് ലഭിച്ചത്? സിറാജ് കാസിം. എന്തിന്റെയാണ്? KFA കേരള ഫുട്ബോൾ അസോസിയേഷന്റെ മികച്ച മാധ്യമ പ്രവർത്തകൻ. എന്തിനുള്ളതാണ്? സ്പോർട്സ് ജേർണലിസ്റ്റ്. മികച്ച സ്പോർട്സ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സിറാജ് കാസിം. അപ്പൊ നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എന്ത്? 112. 112 ആണ് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. എത്രയാണ്? 112. ഇത് അടുത്തിടെ വാർത്തയിൽ വന്ന ഒരു കാര്യമാണ്. 112 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. കാര്യം പത്രത്തിലൊക്കെ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. മാലിന്യ ശേഖരണത്തിനായുള്ള ഹരിതസേനയുടെ ആപ്ലിക്കേഷനാണ് എന്ത്? ഹരിതമിത്രം 2.0. ഇതൊരു പരിഷ്കരിച്ച ആപ്ലിക്കേഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഹരിതമിത്രം എന്ന പേരുള്ള ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്കുണ്ട്. അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഹരിതമിത്രം 2.0. ഉപരാഷ്ട്രപതി BJP സ്ഥാനാർത്ഥിയായ വ്യക്തി ആരാണ്? CP രാധാകൃഷ്ണൻ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഉപരാഷ്ട്രപതിയായിട്ടുള്ള നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് CP രാധാകൃഷ്ണൻ. സ്വദേശം തമിഴ്നാടാണ്. അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ കൂടിയാണ്. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. ഏത് സംസ്ഥാനമാണ്? അസം. കഴിഞ്ഞ ദിവസം വാർത്തയിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരു പോയിന്റ് ആണ്. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷിക്കുന്നതിനുള്ള ഒരു പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി. സാമൂഹിക നീതി വകുപ്പിന്റേതാണ് ഈ പദ്ധതി. എന്താണ്? വയോരക്ഷ. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് എന്ത്? വയോരക്ഷ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 17ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. 17ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലെങ്കിൽ IDSFFK. നമുക്ക് SFFK അറിയാം. ഇത് IDSFFK ആണ്. IDSFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മയെ തിരഞ്ഞെടുത്തു. ആരാണ്? രാകേഷ് ശർമ്മ. നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ രാകേഷ് ശർമ്മയല്ല, പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയ്ക്കാണ് IDSFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? രാകേഷ് ശർമ്മ. അടുത്തിടെ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തി. നമ്മൾ പഠിച്ച കാര്യമാണ്. ആരാണ്? ബോബ് സിംസൺ. ആരാണ്? ബോബ് സിംസൺ ആണ് അടുത്തിടെ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തി. ആരാണ്? ബോബ് സിംസൺ. GI ടാഗ് രജിസ്ട്രിയിൽ ഇടം നേടാൻ പോകുന്ന കാട്ട് ഇഞ്ചി ഏത്? GI ടാഗ് രജിസ്ട്രിയിൽ ഇടം നേടാൻ പോകുന്ന കാട്ട് ഇഞ്ചിയാണ് ആൽപിനിയ ഗലങ്ക. എന്താണ്? ആൽപിനിയ ഗലങ്ക. ഒരു കാട്ട് ഇഞ്ചിയുടെ പേരാണ് ഇതെന്ന് ഓർക്കണം. ആൽപിനിയ ഗലങ്ക. മലയാളത്തിൽ കോളിനിഞ്ചി അല്ലെങ്കിൽ മല ഇഞ്ചി എന്നറിയപ്പെടുന്നതാണ്. കോളിൻ ഇഞ്ചി അല്ലെങ്കിൽ മല ഇഞ്ചി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ മല ഇഞ്ചി അത് മതിയല്ലേ? അത് കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഇതും ചോദിക്കും. ആൽപിനിയ ഗലങ്ക താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? നമുക്ക് ഉത്തരം അറിയണ്ടേ? അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. ആൽപിനിയ ഗലങ്ക ഒരു കാട്ട് ഇഞ്ചിയാണ്. GI ടാഗ് രജിസ്ട്രിയിൽ ഇടം നേടാൻ പോകുന്ന കാട്ട് ഇഞ്ചിയാണ് ആൽപിനിയ ഗലങ്ക. അപ്പൊ നമുക്കിനി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ തമിഴ്നാട് സർക്കാരിന്റെ അബ്ദുൽ കലാം അവാർഡ് നേടിയ നിലവിലെ ISRO ചെയർമാൻ ആര്? അപ്പൊ നമ്മുടെ നിലവിലെ ISRO ചെയർമാന് തമിഴ്നാട് സർക്കാർ നൽകുന്ന അബ്ദുൽ കലാം അവാർഡ് ലഭിച്ചു. ആരാണ് എങ്കിൽ നമ്മുടെ നിലവിലെ ISRO ചെയർമാൻ? എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക. ഓപ്ഷൻ A S സോമനാഥ്, B V നാരായണൻ, C K ശിവൻ, D G മാധവൻ നായർ. ഇവരിൽ ആരാണ് നിലവിലെ ISRO ചെയർമാൻ? അദ്ദേഹത്തിന് അബ്ദുൽ കലാം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആരാണ്? ഓപ്ഷൻ B V നാരായണനാണ് നമ്മുടെ നിലവിലെ ISRO ചെയർമാൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം? ഓപ്ഷൻ A കേരളം, B കർണാടക, C മണിപ്പൂർ, D ആന്ധ്രാപ്രദേശ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അല്ലെങ്കിൽ തന്നെ നമുക്ക് സാക്ഷരത എന്ന് പറയുമ്പോൾ ആദ്യത്തേത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഉത്തരം ഏതാണ്? നമ്മുടെ സംസ്ഥാനം തന്നെയാണ് കേരളം. അപ്പോൾ കേരളം തന്നെയാണ് ഇവിടെയും ഉത്തരമായി വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം.
ചരിത്രത്തിൽ ആദ്യമായി പാലസ്തീനിൽ നിന്നും വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന താരം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. 73 വർഷങ്ങൾക്ക് ശേഷം 73 വർഷത്തെ നമ്മുടെ വിശ്വസുന്ദരി പട്ടത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലസ്തീനെ പ്രതിനിധാനം ചെയ്ത ഒരു വ്യക്തി പങ്കെടുക്കുന്നു. ആരാണത്? ഓപ്ഷൻ എ നാദിറ ഹയാൽ, ബി ഹസീന മിർസ, സി ആയിഷ റുഖാവത്ത്, ഡി നദീൻ അയൂബ്. ആരാണ്? ഓപ്ഷൻ ഡി നദീൻ അയൂബാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ടും ഇത് പഠിച്ചിരിക്കുക. വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. പാലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 73 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് വിശ്വസുന്ദരി പട്ടത്തിൽ ഒരു വ്യക്തി പങ്കെടുക്കുന്നു. ആരാണ്? നദീൻ അയൂബ്. അടുത്തിടെ അന്തരിച്ച ഒളിമ്പിക് ഹോക്കി മെഡൽ ടീം അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ വി സ്പേസ്, ബി ലിയാണ്ടർ പേസ്, സി ഫെഡറിക് മാനുവൽ, ഡി അന്തോണി വർഗീസ്. ആരാണ് അടുത്തിടെ അന്തരിച്ച ഒളിമ്പിക് ഹോക്കി മെഡൽ ടീം അംഗമായിരുന്ന വ്യക്തി? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാം. എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക. ആരാണ്? നമ്മുടെ ലിയാണ്ടർ പേസ് ആണോ? അല്ല, ലിയാണ്ടർ പേസിന്റെ അച്ഛനായ വി സ്പേസ്. ഓപ്ഷൻ എ വി സ്പേസ് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ലിയാണ്ടർ പേസിന്റെ പിതാവാണ് വി സ്പേസ് എന്ന് നിങ്ങൾ കൃത്യമായി മറക്കാതെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. നമ്മൾ മറക്കരുതല്ലോ, നമ്മൾ വീണ്ടും ഇതിലൂടെയൊക്കെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ കറണ്ട് അഫയേഴ്സ് എല്ലാം നിൽക്കുകയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? മാതൃവന്ദന യോജന. ഓപ്ഷൻ എ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന സ്ത്രീകളുടെ ആരോഗ്യവും പോഷകാഹാരവും മെച്ചപ്പെടുത്താനും അതുപോലെ പ്രസവവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഓപ്ഷൻ ബി ഈ പദ്ധതി പ്രകാരം ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപ ധനസഹായം 3 ഘട്ടങ്ങളിലായി നൽകുന്നു. ഓപ്ഷൻ സി രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപ ധനസഹായം, ആൺകുട്ടിയാണെങ്കിൽ ഇല്ല. അപ്പൊ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപ ലഭിക്കും, ആൺകുട്ടിയാണെങ്കിൽ ഇല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഇതിൽ ഏതാണ് മാതൃവന്ദന യോജനയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന? ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ് ഇവിടുത്തെ പ്രസ്താവന. അതായത് ഈ 3 പോയിന്റും പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്